ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും ഉണ്ട്. അതുകൂടാതെ ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കോമഡി ത്രില്ലർ മലയാള സിനിമയായിരുന്നു. താൻ ആരാ എന്ന് പറഞ്ഞ സിനിമ. താൻ ആരാ, ഹു ആർ യു. ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി സതി, ചിന്നു ചാന്ദിനി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മുറ എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂട്, മാല, പിന്നെ കുറച്ച് പുതിയ ആൾക്കാരും അഭിനയിച്ച ഒരു ഗ്യാങ്സ്റ്റർ മൂവിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ആമസോൺ പ്രൈമിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സീബ്ര എന്ന് പറഞ്ഞ സിനിമ. തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ആഹാ OTTയിൽ ഈ ഒരു സിനിമ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ലോ ക്വാളിറ്റി പ്രിന്റ് ക്യൂ ഫയൽ ലീക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്. ഡിസംബർ മാസം 20-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ആഹാ തെലുങ്കിലും ആഹാ തമിഴിലായിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത രജനീകാന്ത് ഒരു ക്യാമിയോ റോളിൽ വന്നിരുന്ന സിനിമയായിരുന്നു ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഹിന്ദി HD TV റിവ്യൂ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തിരക്കുന്ന ഒരു മലയാള സിനിമയാണ് പല്ലൊട്ടി 90s കിഡ്സ് എന്ന സിനിമ. അർജുൻ അശോകനൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. പിന്നെ മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഡിസംബർ മാസം 18-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത RJ ബാലാജിയും സാനിയ അയ്യപ്പനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞ സിനിമ. ഒരു സർട്ടിഫിക്കറ്റ് മൂവി കൂടിയാണ്. ഇപ്പോൾ ഈ സിനിമ ലീക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്, അതായത് ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ ഡിസംബർ മാസം 27-ാം തീയതി ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളത്. അടുത്തത് നമ്മുടെ മലയാളത്തിൽ റിലീസ് ചെയ്ത, അതായത് നെസ്റ്റിയ പോലെ തന്നെ ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയതിനുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ ക്യൂ ഫയൽ ഇതിനു മുമ്പേ തന്നെ ലീക്ക് ആക്കപ്പെട്ടിരുന്നു. ശരിക്കും ഒരു പൈറസി സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഡിസംബർ മാസം ലാസ്റ്റ് വീക്കായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് കാർത്തിക് നരേൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് നിറഞ്ഞ മൂണ്ട് എന്ന സിനിമ. ആക്ഷൻ ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അഥർവ, റഹ്മാൻ, ശരത് കുമാർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ആഹാ തമിഴിൽ ഈ ഒരു സിനിമ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നേരത്തെ ഈ ഒരു സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്ക് ആക്കപ്പെട്ടിരുന്നു. ആമസോൺ പ്രൈം, ആഹാ തമിഴ്, ടെന്റ് കോട്ട ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാന്നുള്ളതാണ്. എന്തായാലും ഈ ഒരാഴ്ച തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ മീര ജാസ്മിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പാലും പഴവും എന്ന് പറയുന്ന മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ട്രെയിലർ ഈ സിനിമയുടെ ട്രെയിലർ നാളെ വൈകിട്ട് 5 മണിയോടുകൂടി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സിനിമ ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിസംബർ മാസം 19-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി ഈ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് നാളെ വൈകുന്നേരത്തോടു കൂടി ഒഫീഷ്യൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയൊക്കെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് സിനിമകൾ, സീരീസുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.